വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് വാല്യൂ ആഡഡ് കോഴ്സ് എക്സാം ആണ്. സോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പേപ്പറാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഈ ഒരു പേപ്പറിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ 3 പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോ പാർട്ടിലും എത്ര ചോദ്യങ്ങൾ വരുന്നുണ്ട്, ദെൻ ടോട്ടൽ മാർക്സ് എത്രയാണ്, പാസ് മാർക്ക് എത്രയാണ്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. ഇതൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അഡ്മിഷനും അസൈൻമെന്റ് സപ്പോർട്ട് ഷോർട്ട് നോട്ട്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിൽ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ക്ഷമയാണ്. നമ്മൾ നേരത്തെ ചെയ്യാറുള്ളതാണ് വീഡിയോസൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ. ബട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞ കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാല്യൂവേറ്റഡ് കോഴ്സിൻ്റെ പ്രത്യേകത 2 credits ആണ് വരുന്നത്. 1 മണിക്കൂറിൻ്റെ എക്സാം ആണ്. സോ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ 8 ചോദ്യങ്ങൾ വരുന്നു, 1 മാർക്ക്. ദെൻ അതിൽ 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം. സെക്കൻഡ് പാർട്ടിൽ 2 മാർക്സ് ആണ്. 2 മാർക്സിൽ നമുക്ക് ടോട്ടൽ 6 ചോദ്യങ്ങൾ വരുന്നു, അതിൽ 4 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി, 8 മാർക്ക്. ദെൻ നെക്സ്റ്റ് പാർട്ട് C ആണ്. പാർട്ട് സിയിൽ 3 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 5 മാർക്കാണ്, അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്യണം, 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ നമുക്ക് 23 മാർക്കാണ് എഴുതാൻ വേണ്ടിയിട്ട് വരുന്നത്. 23 മാർക്ക്. ഇന്റേണൽ അസൈൻമെന്റിന് 10 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 33 മാർക്കാണ് മൊത്തം സബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ 23-ൽ 6.9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടതായിട്ട് വരുന്നത്. ദെൻ 33-ലാണെങ്കിൽ 11.5 എന്ന് വെച്ചാൽ 12 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ ഇതാണ് 1 hour എക്സാം ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ പഠിക്കുന്ന സമയത്തും നമ്മൾ ആ സ്കോപ്പിലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഇതിലെ ഷോർട്ട് എസ്സേ ആണ് വരുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് എസ്സേയുടെ പ്രത്യേകത 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ 3 എണ്ണം വരും, അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. അതിന് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ബ്ലോക്ക്, ഇവിടെ നമുക്കറിയാം 2 ബ്ലോക്കുകളാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ബ്ലോക്ക് 1 ഓവർവ്യൂ, ദെൻ ഡിജിറ്റൽ പേയ്മെന്റ്സ് ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പോൾ ഞാൻ കൂടുതൽ ബ്ലോക്ക് 1-ൽ നിന്ന് എന്തായാലും ഒരു എസ്സേ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 2-ൽ നിന്ന് 2 എണ്ണം വരെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബ്ലോക്കിൽ നിന്ന് 2 എണ്ണം, പിന്നെ ഒരു ബ്ലോക്കിൽ നിന്ന് 1 എണ്ണം, അങ്ങനെയാണ് വരാം. അപ്പോൾ ബ്ലോക്ക് 2-ൽ ഡിജിറ്റൽ പേയ്മെന്റ്സ്, പിന്നെ ബ്ലോക്ക് 3-ൽ ഈ പറയുന്ന സെക്യൂരിറ്റി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ചിലപ്പോൾ ഈ ബ്ലോക്ക് 2-ൽ നിന്ന് 2 എണ്ണവും ബ്ലോക്ക് 1-ൽ നിന്ന് 1 എണ്ണം, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും വരാം 5 മാർക്കിൻ്റെ. പിന്നെ 1 and 2 എന്ന് പറയുന്നത് എല്ലാ യൂണിറ്റിൽ നിന്നും ഏകദേശം ഈക്വലായിട്ട് അവർ ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഓരോ യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1. ഞാൻ എസ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അതിൽ 1 മാർക്കിൻ്റെ ചോദ്യം ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്ന് 1 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 1 മാർക്കോ 2 മാർക്കോ ആയിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ, എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ദെൻ ഇത് ഒരു ഷോർട്ട് എസ്സേ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്, കോമ്പോണൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ മാത്രം അതിൽ നെക്സ്റ്റ് നീഡ് ഫോർ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ട്. വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, ഇതിലേതെങ്കിലും 2 3 പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നീഡും നോക്കണം. കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ആദ്യത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഫിനാൻഷ്യൽ ലിറ്ററസി, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ നീഡ്സ് ഉണ്ട്. ഇത് രണ്ടും എന്തായാലും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്. 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ എന്തായാലും പഠിച്ചു വെക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നീഡ് 2 മാർക്സിനെ പ്രതീക്ഷിക്കാം, 5 മാർക്കിനും സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഈ പറഞ്ഞ 3 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്ക്, ഒരെണ്ണം 2 മാർക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണെന്നുള്ളത് 1 മാർക്ക്, ഇൻവെസ്റ്റ്മെന്റ് 1 മാർക്ക് ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എഗെയിൻ 5 മാർക്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കമ്പാരിസൺ ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ്, സ്പെക്കുലേഷൻ ആൻഡ് ഗാംബ്ലിംഗ്. അതും പഠിക്കണം. ദെൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെപ്പറേറ്റ് 2 മാർക്കായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, സ്പെക്കുലേഷൻ എന്താണ്, ഗാംബ്ലിംഗ് എന്താണ്. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 നിന്ന് ഒരു 5 മാർക്ക് ചോദ്യം ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ആവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ബേസിക്സ് നമ്മൾ പറഞ്ഞ ആ കോമ്പോണൻസ് അതും ആവാം. ഓക്കെ, അപ്പോൾ ഇത് പരമാവധി എല്ലാവരും കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. 2 മാർക്സ് ഉണ്ടായിരിക്കും, 1 മാർക്ക് ഉണ്ടായിരിക്കും, 5 മാർക്സ് ഉണ്ടാവും. 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ബ്ലോക്ക്. നെക്സ്റ്റ് നമുക്ക് ട്രഡീഷണൽ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് നമ്പർ 2 ആണ്. ഇതിൽ നിന്ന് 2 മാർക്ക് ചോദ്യങ്ങളും 1 മാർക്ക് ചോദ്യങ്ങളാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണ്, വാരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിനെ പ്രതീക്ഷിക്കാം. ഫിക്സഡ് ഇൻകത്തിൽ വരുന്നതാണ് ഈ പറഞ്ഞ ഡിബഞ്ചർ, ബോൺസ് അല്ലേ, വാരിയബിളിലാണ് ഷെയർസ് ഇതൊക്കെ വരുന്നത്. അപ്പം ഇതെന്താണെന്ന് 2 മാർക്കിനെ പ്രതീക്ഷിക്കാം. പിന്നെ ഡിബഞ്ചർ എന്താണ്, ബോണ്ട് എന്താണ്, ഇതൊക്കെ 2 മാർക്കിനെ പ്രതീക്ഷിക്കാം. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്താണ്, പിന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ, ഇതൊക്കെ 2 മാർക്സ് ചോദ്യങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. സേവിങ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് എന്താണ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്താണ്, പോസ്റ്റ് ഓഫീസ് FD എന്താണ്. അപ്പം ഇതൊക്കെ 2 മാർക്സിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സുകന്യ സമൃദ്ധി യോജന 2 മാർക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ വാരിയബിൾ ആണ് നെക്സ്റ്റ് വരുന്നത്, അതെന്താണെന്നുള്ളത് സെപ്പറേറ്റ് 2 മാർക്സിന് പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം എന്തായാലും ഫിക്സഡിലെ ഡിബഞ്ചർ, ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അതൊക്കെ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം. 2 മാർക്കിൽ പ്രതീക്ഷിക്കാം. വാരിയബിൾ ഇൻകം ഇൻവെസ്റ്റ്മെന്റിൽ ഈ പറയുന്ന വാരിയബിൾ ഇൻകം ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കും. പിന്നെ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ഒക്കെ സെപ്പറേറ്റും എടുത്ത് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് പിന്നെ ഇൻഷുറൻസ് സ്കീംസ് ആണ്. ഈ ഇൻഷുറൻസ് സ്കീംസ് 2 മാർക്കിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ എൻഡോമെന്റ് അഷുറൻസ് പോളിസി, മണി ബാക്ക്, ഹോൾ ലൈഫ്, യുലിപ്പ്, ഇതൊക്കെ 2 മാർക്കിന് സ്കോപ്പുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, സെപ്പറേറ്റ്. അപ്പോൾ അത് ആ രീതിയിൽ കാണാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. പിന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിസിക്കൽ അസറ്റ്സ് ആണ്, നോക്കി വയ്ക്കാം. അപ്പോൾ ഇതിൽ ട്രഡീഷണലിൽ എന്തായാലും ഫിക്സഡ് എന്താണെന്നോ വാരിയബിൾ എന്താണെന്നോ ചോദിക്കും. ദെൻ 1 മാർക്കിലോ 2 മാർക്കിലോ ആയിട്ട് ഡിബഞ്ചർ, ബോണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഷുവറായിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ബുക്കിൽ ഒരുപാടുണ്ട്, വലിച്ചു വാരി പഠിക്കണ്ട. പിന്നെ T-ബിൽ എന്താണ്, പിന്നെ FD, സേവിങ്സ് ബാങ്ക്, RD, ഇതൊക്കെ എന്താണെന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ വലിച്ചു വാരി പഠിക്കാണ്ട് 1 മാർക്ക്, 2 മാർക്ക്, 5 മാർക്ക് അത്രയ്ക്കുള്ള സ്കോപ്പിലുള്ള ചോദ്യങ്ങളെ വരല്ലോ. അപ്പം അത്രയ്ക്ക് പഠിച്ചാൽ മതി, വലിച്ചു വാരി ഒന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചാൽ ഇതൊക്കെ പഠിച്ചു വയ്ക്കാൻ പറ്റും. അത് പറഞ്ഞ 1 മണിക്കൂറിൻ്റെ പരീക്ഷയുള്ളൂ. ദെൻ നെക്സ്റ്റ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ്. അതിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിർബന്ധമായും പഠിക്കണം. പിന്നെ അതിൽ സ്കോപ്പ് ഉള്ളത് വലിയ മാർക്കിന്, 5 മാർക്കിന് ഈ ലിമിറ്റേഷൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ബെനഫിറ്റ്സ് നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് 2 മാർക്കിനാവാം, ലിമിറ്റേഷൻസ് ആണെങ്കിൽ 5 മാർക്കിന്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് എന്തെങ്കിലും പഠിച്ചു നോക്കിയാൽ 2 മാർക്കിനോ 1 മാർക്കിനോ പ്രതീക്ഷിക്കാം. പിന്നെ വലിയ മാർക്കിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് മാത്രമാണ് സ്കോപ്പ് ഉള്ളത് കേട്ടോ. അത് വിട്ടിട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ് ഈ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് പ്രതീക്ഷിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഓപ്പൺ എൻഡഡും ഓപ്പൺ എൻഡഡ് ക്ലോസ് എൻഡഡ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കാം. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുള്ളൂ. വലിച്ചു വാരി പഠിക്കേണ്ട. ഒരുപാട് സ്കീമുകളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് SIP എന്താണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാന്, സെപ്പറേറ്റ് 2 മാർക്കിന് പ്രതീക്ഷിക്കാം.
ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് SIPയുടെ കണ്ടോ 5 മാർക്കിനും സ്കോപ്പ് ഉള്ളതാണ്. SIPനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ചോദിക്കാം, 5 മാർക്കിനും സ്കോപ്പ് ഉള്ളതാണ്. അത് വിട്ടിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കാരണം 5 മാർക്സിന് സ്കോപ്പുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ ഒരു 6 പോയിന്റ് എഴുതിയാൽ മതി. അപ്പോൾ ആ സ്കോപ്പിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ SIP എന്താണ് 2 മാർക്കോ 1 മാർക്കോ ഒക്കെ ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ SIക്ക് ഞാൻ പറഞ്ഞു സ്കോപ്പ് വളരെ കുറവാണ്. ഇതിൽ നിന്നൊരു SIക്ക് വേണമെങ്കിൽ ബ്ലോക്ക് 1ൽ നിന്ന് 2 ഇടുന്നുണ്ടെങ്കിൽ SIക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് SIP കേട്ടോ. പിന്നെ യുലിപ്പ് എന്താണ് 2 മാർക്ക് ചോദ്യമാണ്, നോക്കി വയ്ക്കുക. അപ്പോൾ SIP നോക്കാം. നെക്സ്റ്റ് ETF എന്താണ് 1 മാർക്ക് ചോദ്യം ആണ് ETF. അതുപോലെ തന്നെ 2 മാർക്കിലേക്കും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, എന്തായാലും പഠിക്കാം. അപ്പോൾ ഓരോന്ന് എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഒക്കെ 2 മാർക്ക് ചോദ്യമാണ്, എന്താണെന്ന് പഠിച്ചു വയ്ക്കണം. ക്രൗഡ് ഫണ്ടിങ് 1 മാർക്ക് ചോദ്യം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ക്രിപ്റ്റോ കറൻസി 2 മാർക്കിലോ 1 മാർക്കിലോ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള ടേമുകളൊക്കെ നോക്കി വയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ ഒരുപാട് ലെങ്തി ആയിട്ട് കാണാമെങ്കിലും നമ്മളെങ്ങനെ പഠിച്ചാൽ മതി. ഇതിൽ 1 മാർക്ക് 2 മാർക്ക് 5 മാർക്സ് ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. അപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കുമ്പോൾ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പാകത്തിന് ഇതിൻ്റെ ടേമുകളൊക്കെ പഠിച്ചു വയ്ക്കുക. SIP, മ്യൂച്വൽ ഫണ്ട്, പിന്നെ SWP, ETF, ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. യുലിപ്പ് 2 മാർക്സ് 1 മാർക്കിനൊക്കെ അങ്ങനെ ചോദിക്കുള്ളൂ. ഓക്കെ, SIക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഒരെണ്ണം ഇടാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അത് SIPക്കൊക്കെയാണ് കൂടുതൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ സ്കോപ്പ് ഉള്ളത്. ദാറ്റ്സ് അബൌട്ട് ബ്ലോക്ക് നമ്പർ 1. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2, ഡിജിറ്റൽ പേയ്മെന്റ്സ് ആൻഡ് അപ്പോൾ വലിച്ചു വാരി പഠിക്കാതിരിക്കുക. 1 മാർക്കിനും ഷോർട്ട് മാർക്കിനേക്ക് വേണ്ടിയിട്ട് ചുരുക്കി എല്ലാ ടോപ്പിക്കുകളും ചുരുക്കി പഠിക്കുക. 1 മാർക്ക് എന്ന് പറയുമ്പോൾ 2 മാർക്ക് എന്ന് പറയുമ്പോൾ എത്രത്തോളം പഠിക്കണം അത്രയ്ക്ക്. നെക്സ്റ്റ് ഡിജിറ്റൽ പേയ്മെന്റ്സ് ആണ്. അപ്പോൾ വാരിയസ് ഡിജിറ്റൽ പേയ്മെന്റ്സ് മെത്തേഡ് എന്താണെന്നുള്ളത് ഒരു SIക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കണം. ഡെബിറ്റ് കാർഡ് ഇതൊക്കെ. അങ്ങനത്തെ ഒരു ചോദ്യം 5 മാർക്കിനെ പ്രതീക്ഷിക്കാം. ബാങ്ക് കാർഡ്സ്, അതല്ലാണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്താണ്, ഡെബിറ്റ് കാർഡ് എന്താണ്, പ്രീപെയ്ഡ് കാർഡ്, ഇതൊക്കെ സെപ്പറേറ്റ് 1 മാർക്ക് 2 മാർക്കായിട്ടും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, പലതരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ്സ് അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ്. മൊബൈൽ ബാങ്കിങ് ഒക്കെ 2 മാർക്കിന് ചോദിക്കാം. പിന്നെ UPI എന്താണ് 2 മാർക്ക് ചോദ്യം. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ. നെഫ്റ്റ് 1 മാർക്ക് ചോദ്യം അല്ലെങ്കിൽ 2 മാർക്ക്. RTGS നിർബന്ധമായും പഠിക്കണം. ഇന്റർനെറ്റ് ബാങ്കിങ് എന്താണ് 2 മാർക്കിന്റെ ചോദ്യം, തിയറിക്ക് ചോദിക്കാം. IMPS 2 മാർക്സ് ചോദ്യം. വാലറ്റ് ഇതൊക്കെ എന്താണ്. ദെൻ USSD എന്ന് പറയുന്നത് 1 മാർക്കിനെ ചോദിക്കാം. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, അൺസ്ട്രക്ചേർഡ് സപ്ലിമെന്ററി സർവീസ് ഡാറ്റ. അപ്പോൾ ഇതൊക്കെ 2 മാർക്കിനും 1 മാർക്ക്. പേയ്മെന്റ് ഓഫ് സെയിൽസ് POS 1 മാർക്കിന് 2 മാർക്കിന് ഇതൊക്കെ എന്താണെന്ന് നോക്കുക. വലിയ മാർക്കിന് ചോദിക്കാൻ സ്കോപ്പ് ഉള്ളതിൽ മെയിനായിട്ട് പലതരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്ര കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് 5 മാർക്കിൻ്റെ 2 കിട്ടും. ഇനി നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആണ്. ഞാൻ കൂടുതൽ 2 മാർക്ക് 1 മാർക്ക് ചോദ്യങ്ങളാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഫിഷിംഗ് എന്താണെന്ന് നോക്കി വയ്ക്കുക. അതല്ലാണ്ട് വലിയ കാര്യങ്ങൾ നോക്കി നേരങ്ങളാണെന്നില്ല. ഇതിൻ്റെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമുകളിലേക്ക് പോകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഓപ്ഷൻസ് ഉണ്ട്. സൈബർ ട്രാപ്പിംഗ് എന്താണ്, ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് എന്താണ് എന്നൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. ഒരുപാട് വലിച്ചു വാരി കാണാനുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ടൈപ്സ് ഓഫ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മണി ലോണ്ടറിങ് എന്താണെന്ന് നോക്കാം കേട്ടോ. നിങ്ങളാണ് പിന്നെ ഇതിൻ്റെ എക്സാം ആദ്യമായിട്ട് എഴുതുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പറയാനില്ല. ഓഫ് ഷോർ ബാങ്കിങ് നോക്കാം എന്താണെന്ന്. ഇതിലൊരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള ടീമുകളുണ്ട്. നമുക്ക് അപ്പുറത്തെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ ടീമുകളിലോട്ട് മാത്രം മിനിമം ഫോക്കസ് ചെയ്ത് പോവുക. പിന്നെ നെക്സ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് യൂണിറ്റ് സെക്യൂരിറ്റി ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഫ്രോഡ്സ്. 5 മാർക്കിന് നമുക്ക് ഇടാൻ സ്കോപ്പുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ഏതൊക്കെയാണ്, ഇതും 5 മാർക്സിലേക്ക്
സ്കോപ്പുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ പഠിച്ചാൽ മതി, ഇതല്ലാണ്ട് വലിച്ചു വരി പഠിക്കണ്ട. അപ്പോൾ ടീമുകൾ OTP എന്താണ് 2 മാർക്ക് വരും കേട്ടോ. ഈസി, എല്ലാവർക്കും അറിയുന്നതാണ്, ബട്ട് ചോദിക്കാം. പിന്നെ അതിൽ വലിയ ചോദ്യങ്ങളൊന്നും പറയാനില്ല ഇതിൽ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ആ കൂടുതൽ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് നമ്പർ 1-ലത്തെ കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 2-ൽ യൂണിറ്റ് നമ്പർ 1-ന് കൊടുക്കുക, യൂണിറ്റ് നമ്പർ 3-ലത്തെ ഫിനാൻഷ്യൽ ഫ്രോഡ്സിന് കൊടുക്കുക, ടീമുകൾ യൂണിറ്റ് നമ്പർ 2-ൽ പറഞ്ഞിട്ടുള്ള ടീമുകളൊക്കെ നോക്കി വയ്ക്കുക. ഇപ്പം അങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വിട്ടിട്ടൊന്നും വരില്ല. അപ്പോൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ, ഒന്നും കൂടി സമ്മപ്പ് ചെയ്ത് പറയണു, നമുക്ക് പഠിക്കാൻ 1 മാർക്ക് 2 മാർക്സ് അതുപോലെ തന്നെ 5 മാർക്സ് ചോദ്യങ്ങൾക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ. ബുക്കിൽ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ട് ടോപ്പിക്കുകൾ കാണാം, അതൊന്നും പഠിക്കണ്ട. 10 പോയിന്റ് 15 പോയിന്റ് അതിൻ്റെ ആവശ്യമില്ല, കാരണം അങ്ങനത്തെ ചോദ്യങ്ങൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പഠിക്കുമ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് യൂണിറ്റിൽ ബ്ലോക്ക് നമ്പർ 1-ൽ ടേമുകൾ പറഞ്ഞിട്ടുള്ളത് ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലേ, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ 1 മാർക്ക് 2 മാർക്സ് ചോദ്യങ്ങൾ വരുന്നത് ഈ പറയുന്ന ബ്ലോക്ക് നമ്പർ 2-ഉം 3-യും യൂണിറ്റ് നമ്പർ 2-ഉം 3-യും ബ്ലോക്ക് നമ്പർ 1-ലാണ്. കുറേ ടേമുകളുണ്ട്, അതൊക്കെ നോക്കി വയ്ക്കുക. 1 മാർക്കും 2 മാർക്കും കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മെയിൻ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. 1 മാർക്കിൻ്റെ ആണെങ്കിലും ഈ പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സ്കോറായി. പിന്നെ ബ്ലോക്ക് നമ്പർ 2-ലോട്ട് പോകുന്ന സമയത്ത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കാം. പിന്നെ ബാക്കി യൂണിറ്റ് നമ്പർ 2, 3-ൽ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് പ്രതീക്ഷിക്കുന്ന 5 മാർക്കിൽ, പിന്നെ ബാക്കിയുള്ള ടീമുകളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇതാണ് 1 മാർക്കിനും 2 മാർക്കിനും എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ചില ടോപ്പിക്കുകളിൽ 10 പോയിന്റ് 12 പോയിൻ്റൊക്കെ ഉണ്ട്, അതിലോട്ടൊന്നും ഫോക്കസ് കൊടുക്കണ്ട. ആ ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലും അതിൽ 5 പോയിന്റ് 6 പോയിന്റ് വെച്ച് പഠിച്ചാൽ മതി. ഇപ്പം മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, SIP ആവട്ടെ, അതിൻ്റെയൊക്കെ, കാരണം അത്രയ്ക്ക് നമുക്ക് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഈ സെപ്പറേറ്റ് 1 മാർക്ക് 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളുടെ വീഡിയോയും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.